യോസേഫിന് എന്ത് ചെയ്തു? സ്വപ്നത്തിൽ കൂടെ ദൈവം വചനം കൊടുത്തു. ഫറവോന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഫറവോൻ സ്വതം അന്തിച്ചു നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നെ, ദൈവാത്മാവ് ഉള്ളതുപോലെ ഇതുപോലൊരു മനുഷ്യന് മിസ്രയീമിൽ എങ്ങും കിട്ടത്തില്ലെന്ന്. അപ്പൊ യോസേഫിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കൊടുത്ത സ്വപ്നം, വചനം, 2 ആത്മാവിന്റെ നിറവ്. അതാ ഞാൻ പറഞ്ഞു, ഇത് രണ്ടുമുണ്ടെങ്കിൽ നിന്നെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, നിന്റെ തലമുറയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, നിന്റെ കുടുംബത്തെ എത്തിക്കേണ്ടത് എത്തിക്കും. ഈ ഭൂമിയിൽ നിന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്തെടുപ്പിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്തെടുപ്പിക്കും. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ജീവനുള്ള നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം വളർത്തും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? വചനം, ആത്മാവ് നിറയണം, വളരണം. അതിൽ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. വളർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോ മിസ്രയീമിലെ കച്ചവടക്കാർ കൊണ്ടുപോയി എവിടെ അടച്ചു? പോത്തിഫറിന്റെ വീട്ടിൽ അടച്ചു. അത് കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ചു. ജീവിതത്തിന്റെ മുന്നിൽ സ്തോത്രം ഈ ഭിത്തികൾ, ഈ മതിലുകളെല്ലാം തടസ്സമാണ്. അതാ 49-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, പക്ഷെ മതിലിന്മേൽ പടരുക, നീരുറവിനരികെ. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, പക്ഷെ എവിടാണ്? നീരുറവിനരികെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഹല്ലേലൂയ, ജീവജല നദികൾ ഒഴുകും. ഉറവ് വറ്റത്തില്ല ദൈവവൈതലേ. ഹല്ലേലൂയ. നിന്നെ എവിടെ അടച്ചാലും, കാരാഗ്രഹത്തിൽ അടച്ചാലും, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ ഒരു വീട്ടിൻ്റെ അകത്ത് പൂട്ടിയാലും, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഫലപ്രദമായി തീരത്തക്കവണ്ണം നിന്നെ വളർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിലെ സ്തോത്രം മതിൽക്കെട്ട് തടസ്സമായില്ല, കാരാഗ്രഹത്തിന്റെ മതിൽക്കെട്ട് തടസ്സമായില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പടരത്തക്കവണ്ണം വളർത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ തടസ്സങ്ങളെല്ലാം പടരുന്നതിന് കാരണമാക്കി തീർത്തെങ്കിൽ പറ, ഇന്ന് പകൽക്കാലം നിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന മതിൽ എനിക്ക് പടരാനുള്ള മതിലാണെന്ന്, എനിക്ക് പടരാനുള്ള മതിലാണെന്ന്, എനിക്ക് വിശാലമാകാനുള്ള മതിലാണെന്ന്, എനിക്ക് ഹല്ലേലൂയ ഉയർച്ച തരാനുള്ള മതിലാണെന്ന് ഇന്ന് പകൽ പറ. അത് തടസ്സമല്ല.